അഫ്ഗാനിസ്ഥാനെതിരെയുള്ള രണ്ടാം ഏകദിന മത്സരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തകർപ്പൻ വിജയവും നിരവധി റെക്കോർഡുകളും സ്വന്തമാക്കി മുന്നേറുമ്പോഴും ആരാധകരെയും ടീം മാനേജ്മെന്റിനെയും ഒരേപോലെ ആശങ്കയുടെ നിഴലിൽ താഴ്ത്തുന്ന വാർത്തയാണിപ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ നിന്നും പുറത്തുവരുന്നത്. ലക്നൌവിലെ ഏകാന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിനിടെ പരിക്കേറ്റതിനെ തുടർന്ന് ഇന്ത്യയുടെ ഇടംകൈൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷനെ മൈതാനത്തു നിന്നും മാറ്റേണ്ടി വന്നത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഫീൽഡ് ചെയ്യുന്നതിനിടയിൽ താരത്തിന് അപ്രതീക്ഷിതമായി പരിക്കേൽക്കുന്നത്. വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളെയും വിദേശ പര്യടനങ്ങളെയും ഇഷാന്റെ പരിക്ക് എങ്ങനെ ബാധിക്കുമെന്ന ചിന്തയിലാണ് ക്രിക്കറ്റ് ലോകം ഇപ്പോൾ. മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് തുടരുന്നതിനിടെയാണ് ഇഷാൻ കിഷന് പരിക്കേൽക്കുന്നത്. വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസുകളില്ലാതെ ഔട്ട്ഫീൽഡിൽ ഫീൽഡ് ചെയ്യുകയായിരുന്നു ഇഷാൻ. വായുവിൽ ഉയർന്നു ചാടി അക്രോബാറ്റിക് രീതിയിൽ ഒരു തകർപ്പൻ ക്യാച്ചിന് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പന്ത് പിടിക്കാനുള്ള ആവേശകരമായ ശ്രമത്തിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട താരം ഗ്രൗണ്ടിലേക്ക് വളരെ കഠിനമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതം മുഴുവൻ താരത്തിന്റെ ഇടത് തോളിലാണ് ഏറ്റത്. വീണ ഉടൻ തന്നെ കടുത്ത വേദന കൊണ്ട് ഇഷാൻ ഗ്രൗണ്ടിൽ കിടന്ന് പുളയുന്നത് തത്സമയ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇത് കണ്ടയുടൻ ഇന്ത്യൻ മെഡിക്കൽ സംഘം ഫീൽഡിലേക്ക് ഓടിയെത്തുകയും പ്രാഥമിക ശുശ്രൂഷകൾ നൽകുകയും ചെയ്തു. എന്നാൽ വേദന കുറയാത്തതിനെ തുടർന്ന് താരത്തെ ഉടൻ തന്നെ മൈതാനത്തു നിന്നും പിൻവലിക്കാൻ മെഡിക്കൽ സംഘം നിർദ്ദേശിക്കുകയായിരുന്നു. നിലവിൽ തോളിൽ ഐസ് പാക്ക് വെച്ചിരിക്കുന്ന താരത്തിന്റെ പരിക്കിന്റെ കൃത്യമായ ആഴവും സ്കാനിംഗ് റിപ്പോർട്ടുകളും BCCI ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പരിക്കൽപ്പം ഗുരുതരമാണെന്നാണ്. പരിക്കേറ്റ് മൈതാനം വിടേണ്ടി വന്നത് ഇഷാന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകൾ ഒന്നിന് തൊട്ടു പിന്നാലെയാണെന്നതും ആരാധകരുടെ വിഷമം ഇരട്ടിയാക്കുന്നു. ബാറ്റിംഗിൽ ലക്നൌ സ്റ്റേഡിയത്തെ സാക്ഷി നിർത്തി ഇഷാൻ കിഷൻ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു നടത്തിയത്. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റൻ ഗില്ലിനൊപ്പം ചേർന്ന് ഇഷാൻ കിഷൻ തകർപ്പൻ സെഞ്ചുറി കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. ഇഷാന്റെ ആക്രമണപരമായ ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 402 റൺസ് എന്ന കൂറ്റൻ സ്കോർ സ്വന്തമാക്കിയത്. വെറും 79 പന്തുകളിൽ നിന്ന് 158.23 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിൽ 125 റൺസാണ് ഈ ഇടംകൈയൻ ബാറ്റർ അടിച്ചുകൂട്ടിയത്. 14 ഫോറുകളും 7 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഇഷാന്റെ ഈ മാസ് ഇന്നിംഗ്സ്. അഫ്ഗാൻ ബൗളർമാരെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാക്കുന്ന പ്രകടനമായിരുന്നു അത്. ഈ മാസ്മരിക ഇന്നിംഗ്സോടെ ഏകദിന ക്രിക്കറ്റ് കരിയറിൽ 1000 റൺസ് എന്ന നാഴികക്കല്ലും ഇഷാൻ കിഷൻ പിന്നിട്ടു. ഇന്ത്യയുടെ ഇതിഹാസ താരം MS ധോണി, KL രാഹുൽ, റായിഡു എന്നിവരെ മറികടന്ന് ഏറ്റവും വേഗത്തിൽ ഈ നേട്ടത്തിലെത്തുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ താരങ്ങളിൽ ഒരാളായും ഇഷാൻ മാറി. സൺറൈസേഴ്സ് ഹൈദരാബാദിനായി IPL-ലും 2026 T20 ലോകകപ്പിലും താരം ഇതേ തകർപ്പൻ ഫോം തുടർന്നിരുന്നു. അതിനു മുൻപ് നടന്ന T20 ലോകകപ്പിലും ന്യൂസിലൻഡ് സീരീസിലും ഇത്തരത്തിൽ സ്ഥിരതയാർന്ന പ്രകടനമായിരുന്നു ഇഷാൻ കാഴ്ചവെച്ചിരുന്നത്. 3 ഫോർമാറ്റുകളിലും ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി ഇഷാൻ മാറുന്നതിനിടയിലാണ് ഈ പരിക്ക് വില്ലനായി എത്തുന്നത്. ഇഷാൻ കിഷൻ ഇനി പരിക്ക് പറ്റി കുറച്ചുകാലം മാറി നിൽക്കേണ്ടി വരികയാണെങ്കിൽ പകരക്കാരനായി ആര് വരുമെന്ന ചോദ്യം ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിൽ ശക്തമാണ്. ക്രിക്കറ്റ് ആരാധകരും മലയാളി പ്രേക്ഷകരും ഒരേപോലെ ഉറ്റുനോക്കുന്ന മലയാളി താരം സഞ്ജുവിലേക്കാണ്. ഇഷാനെ പോലെ തന്നെ മധ്യനിരയിലും ടോപ്പ് ഓർഡറിലും ഒരേപോലെ തിളങ്ങാൻ കഴിയുന്ന റൺ റേറ്റ് ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പുള്ള ഒരു എക്സ് ഫാക്ടർ പ്ലെയറാണ് സഞ്ജു. വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ സഞ്ജുവിന് ഈ അവസരം ടീമിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു വലിയ വഴിത്തിരിവായേക്കാം. സഞ്ജുവിന്റെ സമീപകാലത്തെ മികച്ച പ്രകടനങ്ങളും കഠിനാധ്വാനവും പരിഗണിക്കുമ്പോൾ ഇഷാന്റെ അഭാവത്തിൽ ടീം മാനേജ്മെന്റിന്റെ ആദ്യ ചോയ്സ് സഞ്ജു തന്നെയാകാനാണ് സാധ്യത. അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്ക് ശേഷം 2026 ഏഷ്യൻ ഗെയിംസിനായി ജപ്പാനിലേക്ക് പറക്കാനിരിക്കുന്ന ടീം ഇന്ത്യക്ക് ഇഷാന്റെ ബാറ്റിംഗ് ഫോമും വിക്കറ്റ് കീപ്പിംഗ് മികവും ഏറെ നിർണായകമായിരുന്നു. പ്രത്യേകിച്ച് ജപ്പാനിലെ ചെറിയ മൈതാനങ്ങളിൽ ഇഷാനെ പോലെയുള്ള ഒരു ഹാർഡ് ഹീറ്റർ ടീമിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇടംകൈയൻ ബാറ്റർമാരുടെ കുറവ് നേരിടുന്ന ഇന്ത്യൻ മധ്യനിരയിൽ ഇഷാന്റെ സാന്നിധ്യം ടീമിന് കൃത്യമായ ബാലൻസ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിന്റെ മെഡിക്കൽ അപ്ഡേറ്റിനായി ശ്വാസമടക്കിയാണ് ആരാധകരും ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇഷാൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ടീമിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒരുപക്ഷെ ലഭിച്ചേക്കാവുന്ന വലിയ അവസരം മുതലാക്കാൻ സഞ്ജുവും തയ്യാറെടുക്കുകയാണ്.